പെട്ടെന്ന് മ്യൂസിക് നിന്നുപോയി. TV ചന്ദ്രൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല ഇതൊക്കെ സംഭവിക്കേണ്ടി വരുമെന്ന്. കേക്ക് മുറിച്ചു, പൊന്നാട ഇട്ടു, പിന്നെ പ്രസംഗിച്ചു, ഒരുപാട് ആൾക്കാർ മാലയിട്ടു, പിന്നെ ഒരുപാട് ആൾക്കാർ പുള്ളിയെപ്പറ്റി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ആകെ മയങ്ങി നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് ഇയാളെ പറ്റി ഒരു ദോഷം പറയാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. അത് തീരെ വല്ലാത്ത, എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഈ മറ്റേ ഈ പറഞ്ഞ പൈസയൊക്കെ ചോദിക്കുന്നതല്ലാതെ ഒരു ദോഷം പറയാൻ കിട്ടുന്നില്ല. ഏതായാലും TV ചന്ദ്രന് ഇങ്ങനൊരു സിനിമയിൽ ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനൊരു വേദി ഒരുക്കി കൊടുത്ത ഇതിൻ്റെ ആളുകളെ സമ്മതിക്കണം. അവരെയാണ് ആദ്യം അഭിനന്ദിക്കുന്നത്. അതായത് TV ചന്ദ്രനെ പോലെ ഒരുക്കുന്ന ഒരു സിനിമ, ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് തന്നെ സിനിമ എടുക്കാൻ കടം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിൽ ഇത്രയും പൈസയൊക്കെ മുടക്കി ഇങ്ങനൊരു സംഭവം ഈ ആളുകളൊക്കെ വന്നു. അല്ല, ഞാൻ തമാശ പറഞ്ഞതല്ല, ഒരു വലിയ കാര്യമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് ഇങ്ങനൊരു സംഭവത്തിന് ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഇതിനകത്ത് വന്ന് പെടണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. വേറെ ഒന്നുമല്ല, ഈ ക്ലാസ് പീപ്പിളുണ്ട്, ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ, ചന്ദ്രൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്കൂളിൽപ്പെട്ട ആളുകൾ കൂടെ അവരുടെ സദസ്സുകൾ എപ്പോഴും വളരെ സജീവമായിരിക്കും. ചർച്ചകളും സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും ദേഷ്യപ്പെടലുകളും കുറ്റാരോപണങ്ങളും കുറ്റസമ്മതങ്ങളും എല്ലാം ആ ചർച്ചകളിലുണ്ടാകും. അത്യാവശ്യം വേറെ ഒരു ലേശം ബോധം മറന്ന് എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ പോലും ബോധം മറിയുന്ന സാധനങ്ങൾ കഴിച്ചാലും ഉൾബോധത്തിലും ഒക്കെ സംസാരിക്കുന്ന ആളുകൾ. അപ്പോൾ അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ ഒരു ഭാഗമാകാൻ നമ്മളൊക്കെ കൊതിച്ചിട്ടുണ്ട് ഒരുപാട്. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് എന്നെ എന്തെങ്കിലുമൊക്കെ സിനിമയിൽ ഇവർ വിളിക്കുമോ എന്ന് കാത്തിരുന്നിട്ടുള്ള ഒരാളാണ്. പിന്നീട് വിളിച്ചു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. അപ്പോൾ എന്നെ ഒരുപാട് കൊതിപ്പിച്ചിട്ടുള്ളൊരു സിനിമാ സ്കൂളാണ്. ഞാൻ ആ ഭാഗത്തോട് വന്ന ആളാണെങ്കിലും അത് ഇത്രയും ഈ 40 വർഷത്തോളം സിനിമയിൽ ചന്ദ്രൻ സിനിമ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും എടുക്കുകയാണ് എന്നുള്ളത് നമ്മുടെ സിനിമാ പ്രേക്ഷകരുടെയും നമ്മുടെ സിനിമയുടെയും വലിയ മഹാഭാഗ്യവും ഭാഗ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സിനിമ എടുത്തിരുന്ന ആളുകൾ മറ്റു ഭാഷകളിൽ നിന്നും സിനിമയുടെ അയലത്ത് പോലുമില്ല, സിനിമയുടെ സ്റ്റുഡിയോയുടെ പുറത്ത് പോലുമില്ല, അവർ പുതിയ ക്യാമറ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ചന്ദ്രൻ്റെ കാലത്ത് സിനിമ എടുത്തു തുടങ്ങിയവർ. അതൊക്കെ ഇതേപോലെ അതേ സ്പിരിറ്റോടുകൂടി, അതേ ക്വാളിറ്റിയോടുകൂടി, അതേ താല്പര്യത്തോടുകൂടി, അതേ പാഷനോടുകൂടി ചന്ദ്രൻ ഇപ്പോഴും സിനിമ എടുക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ്. അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഇപ്പോൾ ആരഭിനയിച്ചാലും ആ സിനിമ ഒരു നഷ്ടത്തിൽ കലാശിക്കുന്ന സിനിമകളല്ല. നഷ്ടം വെച്ചിരുന്നെങ്കിൽ ഇയാളെ വരെ തൂങ്ങിച്ചേണ്ടി വന്നേനെ. പലപ്പോഴും പഴയ സിനിമയുടെയും പ്രൊഡ്യൂസർ ഇദ്ദേഹം തന്നെയാണ്. ഒന്ന് നഷ്ടം വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു പറഞ്ഞ പോലെ അങ്ങനെ ഒരാളായി തീരേണ്ടി വന്നത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ. ആ സിനിമയോടുള്ള ആത്മാർത്ഥതയും സിനിമയുടെ അർപ്പണ ബോധം തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചന്ദ്രനെപ്പറ്റി ഒരുപാട് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഞാൻ. മറ്റു പലരും പറയുന്നത് കേൾക്കാനാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷേ പലരും പറയുന്നത്, ചില മടിയന്മാരായും പിശുക്കന്മാരായ ആൾക്കാർ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഏറ്റവും വലിയ പിശുക്കൻ ഇയാളാണ്. ഞാൻ എന്നെപ്പറ്റി നല്ല 2 കാര്യം പറയുമെന്ന് വിചാരിച്ചാണ് ചേർന്നത്. ഒരു അക്ഷരം വേണ്ടിയില്ല, പോട്ടെ. ഏതായാലും ഈ 40 വർഷങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച 40 വർഷത്തിനുള്ളിൽ എത്ര സിനിമ എടുത്തു? 40 വർഷത്തിൽ 16 സിനിമയെ എടുത്തുള്ളൂ എന്നാണ് പുള്ളി ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമ്മൾ 40 വർഷം കൊണ്ടാണ് 16 സിനിമകൾ എടുത്തത്. ആ സിനിമകളെല്ലാം അമൂല്യമായ, അല്ലെങ്കിൽ നമ്മൾക്ക് ഓർമ്മിക്കപ്പെടേണ്ട, ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട സിനിമകളായിരുന്നു എന്നുള്ളതാണ്. ഒട്ടും തള്ളിക്കളയേണ്ട ഒരു സിനിമകളും ചന്ദ്രൻ എടുത്തിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ എല്ലാ സംവിധായകർക്കും ഒരുപക്ഷെ സാധിച്ചൊന്നും വരില്ല. ഞാനെടുത്ത സിനിമകളിൽ അപൂർവം സിനിമകൾ മാത്രമേ ശ്രദ്ധ കുറഞ്ഞുപോയി എന്ന് ഞാൻ പറയും. ശ്രദ്ധ കുറഞ്ഞുപോയ സിനിമകളുള്ളൂ. എല്ലാ സിനിമയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. അതിൻ്റെ കണ്ടന്റിലായാലും ശരി, അതിൻ്റെ അവതരണത്തിലായാലും ശരി, അതിൻ്റെ മികവിലായാലും ശരി, അഭിനയത്തിലും, അങ്ങനെ എല്ലാ കാര്യത്തിലും. പക്ഷേ ഇതുപോലെ ഒരു സംവിധാനം ഇത്രയും കാലം നിലനിന്നു പോകുന്നത്, അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അർപ്പണബോധവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ്. ഏതായാലും ഇത് നിലനിന്നു പോകട്ടെ. ഇനിയുള്ള കാലങ്ങളിൽ താങ്കൾക്ക് നല്ല സിനിമകൾ വീണ്ടും ചെയ്യാനുള്ള ഊർജ്ജസ്വലതയും താല്പര്യവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.